വർഷം 1971. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ശബ്ദം അനുകരിച്ചുകൊണ്ട് റുസ്തം നഗർവാല SBI ബാങ്കിൽ നിന്ന് 25 ലക്ഷം രൂപ തട്ടിയെടുക്കുന്നു. വടക്കേ ഇന്ത്യയിൽ നടന്ന ഈ സംഭവം പിന്നീട് മലയാളം കണ്ട ഏറ്റവും വലിയ ക്ലാസിക് സിനിമയ്ക്ക് പ്രചോദനമായി. TK രാജീവ് കുമാർ സംവിധാനം ചെയ്ത് 1989 പുറത്തിറങ്ങിയ ചാണക്യനാണ് ആ ചിത്രം. ആലപ്പുഴയിലെ മുഹമ്മയിൽ ഒരു ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ പ്രതിമാസ പരിപാടി നടക്കുന്ന ദിവസം വേദിയിൽ തിരുവനന്തപുരം സൂപ്പർ മിമിക്സിൻ്റെ മിമിക്സ് പരേഡ് നടന്നുകൊണ്ടിരിക്കുന്നു. മിമിക്സ് പരേഡ് അവതരിപ്പിക്കുന്നത് രാജീവ് കുമാർ, ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ. ചിരിച്ചു മറിയുന്ന പ്രേക്ഷകരുടെ കൂട്ടത്തിൽ മുൻനിരയിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയ സിനിമാ നിർമ്മാണ കമ്പനിയായ നവോദയയിലെ അസോസിയേറ്റ് ഡയറക്ടറായ മാത്യു പോൾ ഉണ്ട്. പ്രോഗ്രാമിന് ശേഷം മാത്യു പോൾ ബാക്ക് സ്റ്റേജിലേക്ക് വന്നു. മിമിക്രിയിലൂടെ ആൾക്കാരെ പൊട്ടിച്ചിരിപ്പിച്ച മിമിക്രി കലാകാരൻ TK രാജീവ് കുമാറിനെ പരിചയപ്പെട്ടു. നവോദയയിലേക്ക് ക്ഷണിച്ചു. അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? നവോദയയിൽ നിന്നും രാജീവിനോടുള്ള ആദ്യത്തെ ചോദ്യം അതായിരുന്നു. ഒട്ടും ആലോചിക്കാതെ തന്നെ രാജീവ് മറുപടി പറഞ്ഞു. വളരെ വർഷങ്ങളായി താൻ ആലോചിച്ച് ആഗ്രഹിച്ച് മനസ്സിൽ കുറിച്ചിട്ട ഉത്തരം. അഭിനയിക്കേണ്ട, എന്നെ നിങ്ങളുടെ കൂടെ നിർത്തി സിനിമയുടെ മറ്റു വശങ്ങളൊക്കെ പഠിക്കാൻ അവസരം തരുമോ? ഇത്തരമൊരു മറുപടിയും ചോദ്യവും നവോദയക്കാർ തീരെ പ്രതീക്ഷിച്ചു കാണില്ല. കാരണം മിമിക്സ് പരേഡ് എന്ന് പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങുന്നവരുടെയൊക്കെ അന്തിമ ലക്ഷ്യം സിനിമയാണല്ലോ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം രാജീവിനെ അന്നു മുതൽ അവർ തങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിയത്. അങ്ങനെ TK രാജീവ് കുമാർ നവോദയയുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് പ്രോജക്റ്റായ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന 3 ഡയമെൻഷൻ സിനിമയുടെ തുടക്കം മുതൽ ഈ മാധ്യമത്തെപ്പറ്റി പഠിക്കാൻ തുടങ്ങി. നവോദയയിലെ വിശാലമായ ലൈബ്രറിയും നവോദയ അപ്പച്ചൻ്റെ അനുഭവ സമ്പത്തും രാജീവ് കുമാറിന് കൂടുതൽ അറിവുകൾ നേടിക്കൊടുത്തു. മൈ ഡിയർ കുട്ടിച്ചാത്തന് ശേഷം നവോദയയുടെ അടുത്ത പ്രോജക്റ്റായ 1 മുതൽ 0 വരെയിലും രാജീവ് ജോലി ചെയ്തു. ഇതിനോടകം അദ്ദേഹം മിമിക്രി തീരെ ഉപേക്ഷിച്ച് കഴിഞ്ഞിരുന്നു. സമയം കഴിഞ്ഞതും അതിനുള്ള പ്രായം കഴിഞ്ഞതും തന്നെ കാരണം. എന്നാലും സെറ്റിൽ ചില ബഹളക്കാരെയൊക്കെ സംവിധായകൻ ജിജോ പുന്നൂസിൻ്റെയും അനിയൻ ജോസിൻ്റെയും ശബ്ദത്തിൽ ഫോണിലൂടെ മിമിക്രി കാണിച്ച് രാജീവ് ഒതുക്കിയിരുന്നു. ഇതെല്ലാം രണ്ടുപേരുടെയും സാന്നിധ്യത്തിൽ തന്നെ എന്നത് മറ്റൊരു കൗതുകം. 1 മുതൽ 0 വരെയുടെ റെക്കോർഡിംഗ് മദ്രാസ് പ്രസാദ് സ്റ്റുഡിയോയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഒരു ദിവസം സംവിധായകനും നവോദയ അപ്പച്ചൻ്റെ മകനുമായ ജിജോ പുന്നൂസ് രാജീവിനോട് നവോദയയുടെ അടുത്ത പ്രോജക്റ്റ് ചെയ്യണമെന്നും അതിനുവേണ്ടി എന്തെങ്കിലും സബ്ജക്റ്റ് തിരയാനും നിർദ്ദേശിച്ചു. ശരിക്കും പറഞ്ഞാൽ നവോദയയുടെ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയായിരുന്നു. അവിടെ ജോലി ചെയ്ത എല്ലാവർക്കും സ്വതന്ത്ര സിനിമ ചെയ്യാനുള്ള അവസരം അവർ കൊടുത്തിരുന്നു. മൈ ഡിയർ കുട്ടിച്ചാത്തൻ കഴിഞ്ഞ് രഘുനാഥ് പല്ലേരിക്ക് 1 മുതൽ 0 വരെ കിട്ടിയതും ഇങ്ങനെയാണ്. അസിസ്റ്റൻറ്റുകളുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ അടുത്തതായി നവോദയയ്ക്ക് വേണ്ടി സിനിമ ചെയ്യേണ്ടത് രാജീവിനെ നവോദയയിലേക്ക് കൊണ്ടുവന്ന മാത്യു പോൾ ആയിരുന്നു. എന്നാൽ മാത്യു പോൾ ബഹുമാന പുരസ്സരം അത് നിരസിക്കുകയായിരുന്നു. പിൽക്കാലത്ത് ഇതേ മാത്യു പോൾ അറിയപ്പെടുന്ന ഒരു ആഡ് ഫിലിം ഡയറക്ടറായി. ഇങ്ങനെയാണ് രാജീവിന് സിനിമ ചെയ്യാൻ നറുക്കു വീണത്. പണ്ട് മുതലേ മനസ്സിലുണ്ടായിരുന്ന ഒരു ലവ് സ്റ്റോറി തിരഞ്ഞെടുക്കാമെന്ന് രാജീവ് തീരുമാനിച്ചു. പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തി ചെയ്യാമെന്നും ആലോചിച്ചു. എന്നാൽ 1 മുതൽ 0 വരെ സാമ്പത്തികമായി പരാജയപ്പെട്ട സിനിമയായിരുന്നു. 6 സംസ്ഥാന അവാർഡുകൾ ഈ ചിത്രത്തിന് കിട്ടിയെങ്കിലും ഈ പരാജയം അടുത്ത പ്രോജക്റ്റിൽ ഉണ്ടാവാതിരിക്കാൻ നവോദയ പ്രത്യേകം ശ്രദ്ധിച്ചു. അതിനാൽ പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ലവ് സ്റ്റോറിക്ക് പകരം വാണിജ്യ വിജയം പ്രതീക്ഷിക്കുന്ന ഒരു ആക്ഷൻ കഥ ചെയ്യാൻ രാജീവ് കുമാർ തീരുമാനിച്ചു. നവോദയ അപ്പച്ചൻ്റെ പുത്രൻ ജോസ് രാജീവിനോട് ഒരു ദിവസം പറഞ്ഞു, നിങ്ങളുടെ മിമിക്രി വെച്ച് എന്തെങ്കിലും പുതുമയുള്ള സബ്ജക്റ്റ് ആലോചിച്ചുകൂടെ? ഒന്ന് നോക്കൂ. ഇത് രാജീവിൻ്റെ മനസ്സിൽ കിടന്നു. ആലോചനയോട് ആലോചന. പഴയ മിമിക്രി സുഹൃത്തുക്കളുമായി ഒക്കെ ആലോചിച്ചു. പുതിയ മിമിക്രി നമ്പറുകൾ വരുന്നതല്ലാതെ സിനിമയ്ക്ക് പറ്റിയ കഥയൊന്നും തന്നെ വരുന്നില്ല. ഒടുവിൽ പിന്നീട് എപ്പോഴെങ്കിലും ഈ പ്രോജക്റ്റ് ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഈ വിവരം നവോദയ അപ്പച്ചനോടും ജിജോയോടും പറയാൻ വേണ്ടി രാജീവ് എറണാകുളത്തേക്ക് തിരിച്ചു. കാറിലായിരുന്നു യാത്ര. അന്ന് കോർപ്പറേഷൻ കമ്മീഷണറായിരുന്ന നജീബിനോടൊത്ത്. കാർ ശ്രീകാര്യത്തിലെത്തിയപ്പോൾ ജംഗ്ഷനിൽ ഒരു ചെറിയ സമ്മേളനം, കുറച്ച് ആൾക്കൂട്ടം. അന്നത്തെ ഒരു മന്ത്രി പ്രസംഗിക്കുന്നു. വലിയ വായിൽ ചില പ്രസ്താവനകളും വാഗ്ദാനങ്ങളും. കാർ കടന്നു പോകുന്നതിനിടയിൽ മന്ത്രിയുടെ ശബ്ദം രാജീവ് വെറുതെ ഒന്ന് അനുകരിച്ചു. നജീബ് ഇത് കേട്ട് പൊട്ടിച്ചിരിച്ചു. രാജീവും ചിരിച്ചു, നജീബിനേക്കാൾ ഉച്ചത്തിൽ. പെട്ടെന്ന് രാജീവ് ചിരി നിർത്തി. ഒരു തരി കഥയുടെ ഒരു നിമിഷം അയാളുടെ മനസ്സിൽ എവിടെയോ വീണു. മന്ത്രിയുടെ പ്രസംഗം, ശബ്ദത്തിൻ്റെ അനുകരണം,
ഇതിൽ നിന്ന് ഒരു സിനിമയുണ്ടാക്കിക്കൂടെ? ആലോചിക്കാൻ ഇനിയും സമയമുണ്ട്. തുടർന്നുള്ള യാത്രയിൽ രാജീവ് ഒന്നും മിണ്ടിയില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു സിനിമ ജനിക്കുകയായിരുന്നു. അങ്ങനെ സിനിമ പിന്നീടാകാമെന്ന കാര്യം പറയാൻ തിരിച്ച ടി കെ രാജീവ് കുമാർ ജിജോയെ കണ്ട് കഥയുടെ വൺ ലൈൻ പറഞ്ഞു. കൊള്ളാം, ധൈര്യമായി മുന്നോട്ട് പോകാൻ ജിജോയും ജോസും പറഞ്ഞു. നവോദയ അപ്പച്ചൻ്റെ മകൻ ജോസ് പൊന്നൂസിൻ്റെ കൂട്ടുകാരനായിരുന്നു സാബ് ജോൺ. അതുവരെ സാബ് ജോൺ തിരക്കഥയൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ചെറിയ കഥകളൊക്കെ എഴുതും. ജോസ് സാബ് ജോണിനെ രാജീവിന് പരിചയപ്പെടുത്തി. അങ്ങനെ ഇവരെല്ലാവരുമായി ചേർന്ന് കഥയ്ക്ക് ഒരു അടിസ്ഥാന ഘടനയുണ്ടാക്കി. മിമിക്രിക്കാരനും വില്ലനായ മന്ത്രിയും പിന്നെ കുറേ മിമിക്രി നമ്പറുകളും. അവസാനം വലിയ അടിപിടിയിൽ എല്ലാം അവസാനിക്കുന്നു എന്നൊക്കെ തീരുമാനിച്ചു. ഇത് കൂടാതെ 1971 നഗർവാല കേസും ഇതിന് പ്രചോദനമായി. നഗർവാല കേസ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ശബ്ദം അനുകരിച്ചുകൊണ്ട് റുസ്തം നഗർവാല SBI ബാങ്കിൽ നിന്ന് 25 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസായിരുന്നു കുപ്രസിദ്ധി ആർജിച്ച നഗർവാല കേസ്. ഇത് കൂടാതെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഒരിക്കൽ വന്ന പത്ര റിപ്പോർട്ടും ചാണക്യൻ എന്ന സിനിമയ്ക്ക് പ്രചോദനമായിട്ടുണ്ട്. അതിങ്ങനെയാണ്: ഒരിക്കൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രസംഗം TV ലൈവ് പോയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഒരു 10 സെക്കൻഡ് ആ പരിപാടി ജാം ആകുകയും പകരം യൂസ്ഡ് കാറിൻ്റെ പരസ്യം വരികയും ഉണ്ടായി. ഈ ഒരു ന്യൂസ് രാജീവിൻ്റെ കഥയിൽ നായകൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയെ വിശ്വാസയോഗ്യമാക്കാൻ സഹായിച്ചു. കാസ്റ്റിങ്ങിലേക്ക് വന്നപ്പോൾ അന്ന് സിനിമയിൽ പോപ്പുലറായ മിമിക്രി താരം കൂടിയായ ജയറാമിനെ ആദ്യമായി മനസ്സിൽ രാജീവ് കാസ്റ്റ് ചെയ്തു. പിന്നീട് ബഹുജന മധ്യത്തിൽ ക്ലീൻ ഇമേജുള്ള മന്ത്രിയായി നസീർ സാറിനെ വിളിക്കാമെന്ന് ആലോചിച്ചു. വില്ലൻ വേഷം അദ്ദേഹം ചെയ്യുമോ, ജനങ്ങൾ സ്വീകരിക്കുമോ എന്നൊക്കെ ചിന്തിച്ചു. ഒടുവിൽ അദ്ദേഹത്തിനെ തന്നെ കാസ്റ്റ് ചെയ്തു. പിന്നീടാണ് തിരക്കഥ എഴുതി തുടങ്ങിയത്. ആലപ്പുഴ റെയ്ബാൻ ഹോട്ടലിൽ 201 നമ്പർ മുറിയിൽ നിന്ന് തിരക്കഥ എഴുതി തീർത്തു. എഴുതുന്നതൊക്കെ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ സുഹൃത്തുക്കളെ വായിച്ചു കേൾപ്പിച്ച് രാജീവ് തിരുത്തുമായിരുന്നു. ആദ്യം എഴുതിയ സ്ക്രിപ്റ്റ് 5 മണിക്കൂറോളം വരുമായിരുന്നു. പിന്നീട് അത് വെട്ടിച്ചുരുക്കി പകുതിയാക്കി. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് 3 ദിവസം മാത്രമേ ടി കെ രാജീവ് കുമാറിന് ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. അത് 3 ഘട്ടങ്ങളിലായിരുന്നു. അതിൽ ആദ്യ ദിവസം തിരക്കഥാ വായനയായിരുന്നു. നവോദയയിലെ എല്ലാവരും വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ സ്റ്റാഫുകളും തിരക്കഥാ വായനയിൽ പങ്കെടുത്തു. തിരക്കഥ അവർക്കെല്ലാം ഒരുപോലെ ഇഷ്ടമായി. അതോടെ രാജീവിന് പകുതി ആശ്വാസമായി. തിരക്കഥയിൽ ആളുകൾക്ക് ഒറ്റ നോട്ടത്തിൽ ചില കാര്യങ്ങൾ പിടിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് സമകാലീന രാഷ്ട്രീയത്തിൻ്റെ അംശങ്ങൾ കൂടി ഉൾപ്പെടുത്തുവാൻ രാജീവ് കുമാറും സാബ് ജോണും ശ്രമിച്ചിരുന്നു. കഥയിലെ പ്രധാന കഥാപാത്രമാണ് ജോൺസൺ. വയലിനിസ്റ്റ് ആയിരുന്നു ജോൺസൺ. ബുദ്ധിതന്ത്രങ്ങളുടെ വജ്രായുധവുമായി ചാണക്യതന്ത്രങ്ങളുമായി സംഹാരരൂപിയെപ്പോലെ കടന്നുവരുന്ന ജോൺസൺ. ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ നവോദയ അപ്പച്ചനും രാജീവ് കുമാറും ആദ്യം ക്ഷണിച്ചത് മമ്മൂട്ടിയായിരുന്നു. എന്നാൽ ഒരു വടക്കൻ വീരഗാഥയുടെ തിരക്കിലായിരുന്ന മമ്മൂട്ടിക്ക് ഒരു തരത്തിലും ഈ ചിത്രവുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ ഡേറ്റ് ഇല്ലാതിരുന്നതിനാൽ അദ്ദേഹം സ്നേഹപൂർവ്വം ഈ പ്രോജക്റ്റിൽ നിന്ന് വിഷമത്തോടെ പിന്മാറി. പിന്നീട് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിരുന്ന ജിയോ കുട്ടപ്പനും രാജീവ് കുമാറും കമലഹാസനെ സമീപിച്ചു. മദ്രാസിലെ കമലഹാസൻ്റെ ഓഫീസിൽ വച്ച് തിരക്കഥ മുഴുവൻ വായിച്ചു കേട്ടപ്പോൾ തന്നെ കമൽ ഇതിന് സമ്മതിച്ചു. ആ കണ്ടുമുട്ടലിനെ രാജീവ് കുമാർ ഓർത്തെടുക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ആദ്യമായി കമൽഹാസനെ കാണുകയാണ്. എന്നിട്ടും പുതിയ ഡയറക്ടറായ എന്നെ കമൽ പ്രോത്സാഹിപ്പിച്ചു. കമലിൽ നിന്ന് ഷൂട്ടിംഗ് വേളയിൽ ഇടപെടലുകൾ ഉണ്ടാകുമോ എന്നുള്ള സംശയം ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. ഇതിന് കമൽ പറഞ്ഞ ഉത്തരമാണ് എന്നെ ആശ്ചര്യചകിതനാക്കിയത്. ഞാൻ എന്തിന് ഇടപെടണം രാജീവ്? ഞാൻ എപ്പോഴെങ്കിലും ഒരു സിനിമയിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതൊരു വിഷമഘട്ടം വരുമ്പോൾ മാത്രമാണ്. അതുകൊണ്ട് രാജീവ് അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. നവോദയയ്ക്ക് വിശ്വാസമുള്ള ആളിനെ എനിക്കും വിശ്വാസമാണ്. തുടർന്ന് ഈ ചിത്രത്തിലേക്ക് 20 ദിവസം കമൽ ഡേറ്റും കൊടുത്തു. ചാണക്യനിൽ നായികയായി നിശ്ചയിച്ചത് ഹിന്ദി സിനിമയിൽ അന്ന് അത്രയൊന്നും പ്രശസ്ത അല്ലാതിരുന്ന ഒരു ചെറിയ നടിയെയാണ്, ജൂഹി ചാവ്ല. അതെ, 90കളിലെ അറിയപ്പെടുന്ന സൂപ്പർ സ്റ്റാർ നടിയായിരുന്ന ജൂഹി ചാവ്ല തന്നെ. അന്ന് ഏതോ ഹിന്ദി സിനിമയുടെ 4-5 ദിവസത്തെ ഡേറ്റുമായി ഈ ചിത്രത്തിൻ്റെ ഡേറ്റുകൾ ക്ലാഷ് ആയിരുന്നില്ലെങ്കിൽ ജൂഹി ചാവ്ല എന്ന ഇന്നത്തെ നടിയുടെ തലയിലെഴുത്ത് തന്നെ മാറിപ്പോയേനെ. ഒരുപക്ഷെ തെന്നിന്ത്യൻ സിനിമയായിരിക്കും അവർ ആദ്യം കീഴടക്കുമായിരുന്നത്. ജൂഹി ചാവ്ലയെ കിട്ടാതെ വന്നപ്പോൾ ഹിന്ദി സിനിമാ രംഗത്തെ അനിത കൻവർ എന്ന നടി ഒരു കുട്ടിയെ രാജീവിന് പരിചയപ്പെടുത്തി കൊടുത്തു. മാസൂം എന്ന ഹിന്ദി ചിത്രത്തിൽ നസറുദ്ദീൻ ഷായുടെയും ഷബാന ആസ്മിയുടെയും മകളായി അഭിനയിച്ച ഊർമിള മഠോൺകറാണ് ആ നടി. ബോംബെയിൽ സ്ഥിരതാമസമാക്കിയ ഗോവക്കാരിയായ ഊർമിള അങ്ങനെ ചാണക്യനിൽ നായികയായി അഭിനയിച്ചു.
ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിന് മുമ്പ് ചിത്രത്തിൽ ഉപയോഗിക്കുന്ന പശ്ചാത്തല സംഗീതം റെക്കോർഡ് ചെയ്തിരുന്നു. കഥയുടെ സ്വഭാവത്തിന് അനുസരിച്ച് സിനിമയുടെ ആദ്യാന്തം ഉപയോഗിച്ച ഈ സംഗീതം മോഹൻ സിത്താരയുടേതാണ്. തിരക്കഥ പൂർണ്ണമായി കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയുടെ വേഷം തിലകൻ കൈകാര്യം ചെയ്താൽ മതി എന്ന് രാജീവ് തീരുമാനിച്ചു. തിലകൻ്റെ ഡേറ്റും കിട്ടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം തിലകൻ വിചിത്രമായ ഒരു അഭ്യർത്ഥന നടത്തി. രാജീവ്, ഇത് നിങ്ങളുടെ ആദ്യത്തെ സിനിമയാണെന്ന് എനിക്കറിയാം. ചോദിക്കുന്നത് ശരിയല്ല, എങ്കിലും ചോദിക്കുകയാണ്. സിബി മലയിൽ കിരീടം എന്ന സിനിമ ചെയ്യുകയാണ്. അത് മനോഹരമായൊരു സിനിമയാണ്. എനിക്കതിൽ നല്ലൊരു കഥാപാത്രമുണ്ട്. അത് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു നഷ്ടമാണ്. നമ്മുടെ സിനിമയുടെ അതേ ഡേറ്റിലാണ് ആ സിനിമയുടെ ഷൂട്ടിങ്ങും. പക്ഷെ രാജീവ് ഓക്കെ പറഞ്ഞാലേ ഞാൻ ആ പടത്തിൽ ഉള്ളൂ. എല്ലാം രാജീവിൻ്റെ തീരുമാനമാണ്. ഇങ്ങനെയൊരു പ്രതിസന്ധിയിൽ തിലകനെ സഹായിക്കുവാനാണ് രാജീവ് കുമാർ ശ്രമിച്ചത്. ഡേറ്റിൻ്റെ കാര്യം പ്രൊഡ്യൂസേഴ്സിനോട് പറയാതെ പകരം താൻ തന്നെ ഷൂട്ടിംഗ് ഒന്ന് ക്രമീകരിച്ചാൽ മതിയല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. പക്ഷെ അതിന് കമൽഹാസൻ കൂടി സമ്മതിക്കണം. കമലിനോട് ഇതേപ്പറ്റി ചോദിച്ചു. അദ്ദേഹം സഹകരിക്കാൻ റെഡിയായി. അങ്ങനെ ഡേ ആൻഡ് നൈറ്റ് സീൻസ് ഉറപ്പിച്ചു. ചാണക്യനിൽ രാവിലത്തെ സീനുകളിൽ അഭിനയിക്കുന്ന തിലകൻ രാത്രിയാകുമ്പോൾ കിരീടത്തിൽ അഭിനയിക്കും. ചില ദിവസങ്ങളിൽ നേരെ തിരിച്ചു. മൊത്തത്തിൽ ഉറക്കമില്ലായ്മയിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയുമാണ് തിലകനും രാജീവും കമൽഹാസനും ഇത് നേടിയെടുത്തത്. പക്ഷേ ഈ അലച്ചിലിൻ്റെ ക്ഷീണം ഒന്നും തന്നെ തിലകൻ്റെ 2 പെർഫോമൻസുകളിലും നമുക്ക് കാണാൻ കഴിയുകയില്ല. സരോജ് പാടിയായിരുന്നു ചാണക്യൻ്റെ ക്യാമറ. ശേഖറും റോയ് പി തോമസും കലാസംവിധായകനും രഘുപതി എഡിറ്റിങ്ങും പട്ടണം റഷീദ് മേക്കപ്പ് മാനുമായിരുന്നു. 1989 ജനുവരി 26-ാം തീയതി തിരുവനന്തപുരത്ത് നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് ചാണക്യൻ്റെ ആദ്യ ഷെഡ്യൂൾ ആരംഭിച്ചു. 12 ദിവസം വർക്കുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഏപ്രിൽ മാസത്തിൽ 28 ദിവസം കൊണ്ട് പൂർത്തിയാക്കി. തിരുവനന്തപുരത്തായിരുന്നു മിക്കവാറും എല്ലാം ഷൂട്ട് ചെയ്തത്. മദ്രാസിൽ 1 ദിവസത്തെ വർക്കുണ്ടായിരുന്നു. രാജീവിൻ്റെ മിമിക്രി ഗ്രൂപ്പിലെ എല്ലാ കലാകാരന്മാരും ഈ ചിത്രത്തിൽ അഭിനേതാക്കളായി ഉണ്ടായിരുന്നു. കൂടാതെ അദ്ദേഹത്തിൻ്റെ കുറച്ചധികം സുഹൃത്തുക്കൾ ഈ ചിത്രത്തിൻ്റെ സാങ്കേതിക വശങ്ങളിൽ ഒരുപാട് സഹായം ചെയ്തവരാണ്. ജനസേവനം തപസ്യയും ആദർശമായുധവുമാക്കി ജനങ്ങളുടെ മുന്നിൽ നിഷ്കളങ്കനായി പ്രത്യക്ഷപ്പെടുന്ന മാധവമേനോൻ എന്ന മുഖ്യമന്ത്രിയെ തിലകനും ഒരു വ്യാഴവട്ടം കൊണ്ട് മാധവമേനോൻ പണിതുയർത്തിയ അധികാരത്തിൻ്റെ അടിവേരുകൾ വരെ പിഴുതെറിയാൻ ചാണക്യതന്ത്രങ്ങൾ മെനയുന്ന ജോൺസൺ കമൽഹാസനും കൂർമ്മ ബുദ്ധിക്കാരനായ DIG ഗോപാലകൃഷ്ണനെ മധുവും ജയറാം എന്ന മിമിക്രിക്കാരനെ ജയറാമും അനശ്വരമാക്കുകയായിരുന്നു ഈ ചിത്രത്തിലൂടെ. ഷൂട്ടിങ്ങിന് മുമ്പ് രാജീവ് കുമാർ തൻ്റെ മനസ്സിലുള്ള ഓരോ ഷോട്ടും പേപ്പറിൽ പകർത്തി. കലാസംവിധായകനായ ശേഖറാണ് അദ്ദേഹത്തെ ഇതിന് സഹായിച്ചത്. 1989 ഓഗസ്റ്റിൽ ഒരു ദിവസം ഈ ചിത്രം ആദ്യമായി ഒരാൾക്ക് വേണ്ടി മാത്രം പ്രദർശിപ്പിക്കപ്പെട്ടു. ഈ ദിവസമാണ് രാജീവ് ടെൻഷൻ അടിച്ച 2ാമത്തെ ദിവസം. എന്നാൽ ചിത്രം കണ്ടുകഴിഞ്ഞ് അയാൾ രാജീവിനെ അടുത്ത് വിളിച്ചു പറഞ്ഞു, കൊള്ളാം. മൈ ഡിയർ കുട്ടിച്ചാത്തൻ്റെ സംവിധായകൻ ജിജോയാണ് ചെറിയ ചിരിയുമായി രാജീവിനോട് ഈ ചിത്രത്തിനെക്കുറിച്ച് അന്ന് ആദ്യമായി ഒരു അഭിപ്രായം പറഞ്ഞത്. ജിജോ കൊള്ളാമെന്ന് പറഞ്ഞപ്പോൾ രാജീവിന് ആത്മവിശ്വാസം കൂടുകയായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ നടന്മാരിൽ ഒരാളായ കമൽഹാസൻ്റെ സഹകരണം ഈ ചിത്രത്തിൻ്റെ വിജയത്തിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ കമൽ അഭിനയിക്കുന്ന ജോൺസൺ എന്ന കഥാപാത്രം കല്യാണി രാഗം പാടി തോക്കിൽ ബുള്ളറ്റ് നിറയ്ക്കുന്ന ഒരു സീനുണ്ട്. 19ാമത്തെ ടേക്കിലാണ് ഈ രംഗം ശരിയായത്. അപ്പോഴേക്കും രാവിലെ 3 മണിയായിരുന്നു. അത്രയും നേരം ഒരു മുഷിവുമില്ലാതെ നിന്ന കമൽഹാസൻ ആയിരുന്നു ആ സമയം രാജീവിൻ്റെയും ടീമിൻ്റെയും പ്രചോദനം. രാത്രി ഷൂട്ട് സ്ഥിരമാകുമ്പോൾ ഒരു ദിവസം തമാശയോടെ അദ്ദേഹം രാജീവിനോട് പറഞ്ഞു, പെട്ടെന്നെടുക്കൂ രാജീവ്, നേരം വെളുക്കുന്നു. മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അനുഗ്രഹവും സാന്നിധ്യവും ഈ സിനിമയ്ക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കൗതുകം. ഈ സിനിമ മെർലാൻഡിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അപ്പുറത്ത് വേറൊരു ഷൂട്ടിന് വന്ന മോഹൻലാൽ അവിടേക്ക് വരികയുണ്ടായി. തുടർന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ നിന്ന് അദ്ദേഹവും ഇൻകുലാബ് സിന്ദാബാദ് മുഴക്കി. അതിനുശേഷം രാജീവിനെ കണ്ട് ലാൽ പറഞ്ഞു, നിങ്ങളുടെ സിനിമയിൽ ഞാനും അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ തന്നെ ജയറാമിൻ്റെ ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സത്യനന്ദിക്കാടിൻ്റെ കളിക്കളം ഡബ്ബ് ചെയ്യാൻ മമ്മൂട്ടി ചിത്രാഞ്ജലിയിൽ വന്നിരുന്നു. സ്റ്റുഡിയോയിൽ രാജീവിനെയും ജയറാമിനെയും കണ്ടപ്പോൾ ജയറാമിന് ഞാൻ ഡബ്ബിങ്ങിന് സഹായിക്കട്ടെ എന്നായി മമ്മൂട്ടി. തുടർന്ന് രാജീവിൻ്റെ സമ്മതത്തോടെ ജയറാമിന് മമ്മൂട്ടി ഡബ്ബിംഗ് പറഞ്ഞു കൊടുത്തു. 1989 സെപ്റ്റംബർ 1-ാം തീയതി ചാണക്യൻ റിലീസ് ചെയ്തു. അന്ന് രാജീവ് കുമാർ തിരുവനന്തപുരം കൈരളി തിയേറ്ററിൽ ഉണ്ടായിരുന്നു. ആദ്യ ഷോ. എന്തെന്നില്ലാത്ത ടെൻഷൻ.
ഒരു കൂവലും ബഹളവും ഒക്കെ അയാൾ പ്രതീക്ഷിച്ചു. പക്ഷേ നിറഞ്ഞു കവിഞ്ഞിരുന്ന തിയേറ്റർ ആകെ സംതൃപ്തമായിരുന്നു. ഈ വിജയത്തെക്കുറിച്ച് രാജീവ് കുമാർ പറയുന്നത് ഇതാണ്: ചാണക്യൻ വിജയിച്ചു തുടങ്ങുന്നു എന്നറിഞ്ഞപ്പോൾ ഭയമാണ് തോന്നിയത്. തുടക്കക്കാരൻ്റെ ഒരു ലാഘവത്വം അതുവരെ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോൾ മുതൽ ഒരു ഉത്തരവാദിത്വം തലയിൽ വീണതുപോലെ തോന്നി. തമിഴ്നാട്ടിലും ആന്ധ്രയിലും ചാണക്യൻ വളരെയേറെ വിജയിച്ചു. ഈ ചിത്രത്തിൽ ബോംബെയിലെ ചില ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തത് തിരുവനന്തപുരത്തെ കോഓപ്പറേറ്റീവ് ബാങ്ക് ഭവനും പരിസരവുമാണ്. ഈ ചിത്രം പിന്നീട് ഒരിക്കൽ ബോംബെയിൽ പ്രദർശിപ്പിച്ചപ്പോൾ ബോംബെക്കാർ പോലും ഇതറിഞ്ഞില്ല. അത്ര വിദഗ്ധമായാണ് രാജീവ് കുമാർ ഇത് ചീറ്റ് ചെയ്തെടുത്തത്. ഹിറ്റുകളുടെ കഥ എഴുതുമ്പോൾ മലയാള സിനിമാ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെടേണ്ട ഒരു സിനിമ തന്നെയാണ് ചാണക്യൻ. ഹിറ്റുകളുടെ കഥ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പ്രേക്ഷകർ നിരന്തരം മെസ്സേജുകളിലൂടെയും കമൻറ്റുകളിലൂടെയും ഞങ്ങളോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്: ഈ ചരിത്രമൊക്കെ നിങ്ങൾ തന്നെ ഊതിപ്പെരുപ്പിച്ചുണ്ടാക്കി പറയുന്നതല്ലേ എന്ന്. എന്നാൽ ശരിക്കും അങ്ങനെയല്ല. പണ്ട് ഹിറ്റുകളുടെ കഥ എന്ന ഒരു ലേഖന പരമ്പര ഉണ്ടായിരുന്നു. അത് എഴുതിയത് ബീന രഞ്ജിനി എന്ന വ്യക്തിയാണ്. ഈ ബീന രഞ്ജിനി തന്നെ ഹിറ്റുകളുടെ കഥ എന്ന ലേബലിൽ ഇതേ ഇൻഫർമേഷൻ ഒരു പുസ്തക രൂപത്തിൽ വിപണിയിൽ ഇറക്കുകയുണ്ടായി. ഇത് വളരെ വർഷങ്ങളോളം സിനിമയുമായി ബന്ധപ്പെട്ട അണിയറ പ്രവർത്തകരും ഡയറക്ടേഴ്സും ടെക്നീഷ്യൻസുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തിട്ട് വളരെ സോളിഡായി ഉണ്ടാക്കിയെടുത്ത ഒരു ഡോക്യുമെൻ്റാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഓരോ ഹിറ്റുകളുടെയും ചരിത്രം പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, ഇത് 100% വാലിഡായിട്ടുള്ള ചരിത്രം തന്നെയാണ്. നമുക്കിനി വീണ്ടും നല്ലൊരു ഹിറ്റ് ചിത്രവുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.